കേരള നാടിനെ സംരക്ഷിക്കാൻ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കണ്ണിൽ പൊടിയും സർക്കാര് ലഹരി മാഫിയ ഗുണ്ടകളെ അടിച്ചമർത്താൻ തയ്യാറാവൂ SDPI സിന്ദാബാദ് എക്സൈസ് ഓഫീസർ സിന്ദാബാദ് രാജാക്കന്മാർ സ്കൂളുകൾ മുഴുവൻ പിടിമുറുക്കി നാടിൻ യുവതിയെ വഴിതെറ്റിക്കുമ്പോൾ അധികാരികളെ കണ്ണു തുറക്കൂ ബോധവൽക്കരണത്തിൻ പേര് പറഞ്ഞ് കണ്ണിൽ പൊടിയിടും സർക്കാര് ലഹരി മാഫിയ സംഘങ്ങളെ നിലക്കു നിർത്താൻ തയ്യാറാവൂ SDPI സിന്ദാബാദ് എക്സൈസ് ഓഫീസർമാർ സിന്ദാബാദ് ലഹരി മാഫിയ പിടിമുറുക്കും കേരള നാടിനെ സംരക്ഷിക്കാൻ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഐക്യപ്പെടുക സോദരരെ നമ്മുടെ നാടിൻ സമ്പത്തായ യുവതലമുറയെ സംരക്ഷിക്കാൻ അധികാരികളെ നടപടിയെടുക്കൂ. ബോധവൽക്കരണമല്ല നടപടികളാണ് വേണ്ടത്. ലഹരി മാഫിയകളെ അടിച്ചമർത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന എക്സൈസ് ഓഫീസിന്റെ മാർച്ചാണിന്ന് പറവൂർ സർക്കിൾ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ ഓർഗനൈസ് സെക്രട്ടറി ലത്തീഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന തലത്തിൽ നടത്തി വരുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പറവൂർ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ലത്തീഫ്, അതുപോലെ സ്വാഗതം ആശംസിച്ച SDPI മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി. ഉള്ള കെടുതി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് നമ്മുടെ പറവൂർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവ് നമ്മുടെ അടുത്ത പഞ്ചായത്തായ ചേന്നമംഗലം പഞ്ചായത്തിൽ 3 ജീവനെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മണ്ഡലമായ കളമശ്ശേരിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ക്യാമ്പസിനകത്ത് നിന്ന് തന്നെ വമ്പൻ ലഹരിവേട്ട നടത്തുകയും അതിവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഞങ്ങളുടെ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ മറ്റൊരു കൂട്ടർ പറയും ഞങ്ങളുടെ പ്രവർത്തകർ വിൽപ്പന മാത്രം നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ഈ നാട്ടിൽ
ലഹരി സുലഭമായി കിട്ടുന്നൊരവസ്ഥ. പണ്ടെല്ലാം നമ്മൾ കടയിൽ നിന്നും നാരങ്ങ മിഠായി വാങ്ങിച്ച് കഴിക്കുന്നത് പോലെയാണ് ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികളുടെയും അതല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയും എല്ലാം തന്നെ കൈകളിൽ എത്തുന്നത്. നമ്മളുടെ ഓരോ കുടുംബങ്ങളും നിത്യചെലവിന് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബം ചെലവഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ പോലും വമ്പൻ വില കൊടുത്ത് വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ ആ മയക്കുമരുന്ന് റാക്കറ്റിന് അടിപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ സെയിൽസ്മാൻ ആവുന്ന അവസ്ഥ വരെ നമ്മുടെ ഈ പറവൂര് ഭാഗത്ത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാർച്ചിന്റെ പറവൂർ മണ്ഡലം നൽകിയിട്ടുള്ള പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പറവൂർ മണ്ഡലം കമ്മിറ്റി സിയാദ് വാണിയക്കാട്, ഇവിടെ സ്വാഗതം പറഞ്ഞ മണ്ഡലം സെക്രട്ടറി സുധീർ അത്താണി. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു വിപത്താണ് ലഹരി എന്നുള്ളത്. നമുക്കറിയാം, പണ്ട് ഒരു മദ്യപാനത്തിലോ അല്ലെങ്കിൽ വളരെ അപൂർവമായി കേട്ടുകൊണ്ടിരുന്ന ഒരു കഞ്ചാവിലോ ഉണ്ടായിരുന്ന ലഹരി ഇന്ന് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത രാസലഹരിയിലേക്ക് നമ്മുടെ യുവത്വവും വിദ്യാർത്ഥികളടക്കമുള്ള ജനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം നടന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്താണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള 5 പേരുടെ കൂട്ടക്കൊല. അങ്ങനെ പല ആക്രമണങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും പറയുന്നത് ഇതിന്റെ പുറകിൽ ലഹരിക്കടിമപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. ഈ ലഹരി എന്ന് പറയുമ്പോൾ മാരകമായ രാസലഹരികൾ MDMA അടക്കമുള്ള ലഹരികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കേണ്ട തലമുറകൾ ഈ ഒരു മഹാവിപത്തിലേക്ക് എത്തിപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും മുൻവർഷങ്ങളിലെല്ലാം പാർട്ടി കൃത്യമായ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കൃത്യമായി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ രാസലഹരികൾ എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഇത്തരത്തിലുള്ള രാസലഹരികൾ എന്നുള്ളതാണ്. അത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ഗോവ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലെങ്കിലും നമുക്കത് തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ